ബാഹുൽ രമേശിന്റെ എഴുത്തിൽ അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത് ജൂൺ 20 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് ദ മിസ്സിംഗ് കേസ് ഓഫ് CPO അമ്പിളി രാജു സീസൺ 2. ഒരു ക്രൈം ത്രില്ലർ ജേണൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ സീരീസിൽ അർജുൻ രാധാകൃഷ്ണൻ, അജു വർഗീസ്, ലാൽ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, രഞ്ജിത് ശേഖർ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന CPO അമ്പിളി രാജു എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ തിരോധാനവും അതേ തുടർന്നുള്ള അന്വേഷണവുമാണ് ഈ സീരീസിന്റെ പ്ലോട്ടായി വരുന്നത്. ഇതിന്റെ കഴിഞ്ഞ സീസണിന്റെ ഈ ലെവലാണെങ്കിൽ ഈ സീസണിന്റെ ഈ ലെവലാണ്, വേറെ റേഞ്ച് ആണ്. ഇതിന് കാരണം ഇതിന്റെ റൈറ്റിംഗ് ആണ്. ഇതിലത്തെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനും ഈ സീരീസിലുള്ള മുഴുവൻ ക്യാരക്ടേഴ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സിനും വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഉള്ളത്. അതിപ്പോ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആണെങ്കിലും ഒരു നോട്ടം പോലും ആണെങ്കിലും വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും എഴുതി വെച്ചേക്കുന്നത്. ഇതിൽ വന്നു പോയിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും, അതായത് വളരെ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ചെറിയ സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള നേച്ചറാണ് റൈറ്റർ കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാവർക്കും തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇതിൽ ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ഇതിലെ ടൈറ്റിൽ റോളായ അമ്പിളി രാജു എന്ന കഥാപാത്രമായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. കാരണം ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അടക്കം അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു തരം ആൾക്കാരുണ്ട്. അതായത് എല്ലാവരുമായിട്ട് പെട്ടെന്ന് കണക്ട് ആവുകയും എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ആക്സസ് ഉള്ള, അതായത് രണ്ടുപേര് തമ്മിൽ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ ഇടനിലക്കാരനായിട്ടൊക്കെ നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരില്ലേ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇന്ദ്രൻസ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. അത് വളരെ നാച്ചുറൽ ആയിട്ട് വളരെ ഭംഗിയായിട്ട് വേറെ ലെവലായിട്ട് തന്നെയാണ് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പൊ പിന്നെ പുള്ളിനെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല റൈറ്റിങ്ങോട് കൂടിയുള്ള ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹത്തിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് കിട്ടണമെങ്കിൽ വേറെ ലെവലായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സീരീസ്. ഇന്ദ്രൻസിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സീരീസിലൂടെ കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് എനിക്ക് ഇദ്ദേഹത്തിന്റെ കിടിലൻ പെർഫോമൻസ് ആയിട്ട് തോന്നിയിരുന്നത് നാരദനിലെ ജഡ്ജിയായിട്ട് അദ്ദേഹം വന്നപ്പോഴാണ്. പക്ഷെ ഇത് അതിനെ കടത്തി വെട്ടി. ഇതിൽ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് ഹരിശ്രീ അശോകന്റെ ക്യാരക്ടറും. അദ്ദേഹത്തിന് വളരെ കുറവ് സ്ക്രീൻ സ്പേസ് ടൈം മാത്രമേ ഉള്ളൂ. ഇന്ദ്രൻസിനെ കാട്ടും കുറവ് സ്ക്രീൻ സ്പേസ് ടൈം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും വന്നു പോകുന്ന എല്ലാ ഫ്രെയിമുകളും ഡയലോഗ് പോലും ഇല്ലാതെ എക്സ്പ്രഷനിലൂടെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹവും ഇന്ദ്രൻസിനെ പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആക്ടർ ആണല്ലോ, അപ്പൊ പിന്നെ പറയണ്ടല്ലോ. ഇതിൽ ഹരിശ്രീ അശോകന്റെ ക്യാരക്ടറും ഇന്ദ്രൻസിന്റെ ക്യാരക്ടറും തമ്മിലുള്ള കെമിസ്ട്രിയും ഒക്കെ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അർജുൻ രാധാകൃഷ്ണനാണ് ഈ സീരീസിൽ മെയിൻ ലീഡായിട്ട് എത്തുന്നത്. അദ്ദേഹം ഇതിനു മുമ്പ് കണ്ണൂർ സ്ക്വാഡ്, ഡിയർ ഫ്രണ്ട് തുടങ്ങിയ സിനിമകളിലൊക്കെ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മുഴുനീള ക്യാരക്ടറായിട്ട് സ്ക്രീനിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണൂർ സ്ക്വാഡിലെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ നല്ല സ്വാഗ് ഉള്ള, നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള, നല്ല വോയിസ് ഒക്കെ ഉള്ള ഒരു നടനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഈ സീരീസിലും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ആദ്യമായിട്ട് കിട്ടുന്ന പോലീസ് ഓഫീസറിന്റെ ആ ഒരു ടെൻഷനും പോലീസ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ റൈറ്റിംഗ് പോലെ തന്നെ മറ്റൊരു ഗംഭീര ഘടകമാണ് എഡിറ്റിംഗ്. ഈ സീരീസിന്റെ ഓരോ എപ്പിസോഡും വെറും അരമണിക്കൂർ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് റൺ ടൈം ആണത്. അതായത് കാണുന്ന നമുക്ക് സമയം പോണതേ അറിയില്ല. ടോട്ടലി ഇൻവെസ്റ്റഡ് ആയിട്ട് അത് തീരുന്നത് വരെ കണ്ണ് മാറ്റാതെ ആ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്നു പോകും. അതുപോലെ തന്നെ പാസ്റ്റും പ്രസന്റും കാണിക്കുന്ന ഷോട്ടുകളും പിന്നെ ഒരു ലൊക്കേഷനും മറ്റൊരു ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഷോട്ടുകളൊക്കെ, ആ ട്രാൻസിഷൻ ഷോട്ടുകളൊക്കെ തന്നെ നല്ല കിടിലനായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലത്തെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടൊക്കെ നല്ല കിടിലനായിട്ട് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഇതിൽ ചില ഇൻവെസ്റ്റിഗേഷൻ രീതികളുണ്ട്, അത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ക്രൈം ത്രില്ലർ ജേണൽ സീരീസുകളിലോ സിനിമകളിലോ ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്തവയാണ്. അതായത് ഒരുപാട് CCTV ഫുട്ടേജസ് ഒക്കെ സംഘടിപ്പിച്ച് അതൊക്കെ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് അത് റിവേഴ്സ് എഡിറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതികളൊക്കെ ഉണ്ട് ഈ സീരീസിൽ. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ആ ടൈമിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കിടിലനായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഈ സിനിമയിലെ BGM ഹെഷാം അബ്ദുൾ വഹാബിന്റെ എഴുതാണ്. അദ്ദേഹം ഈ സീരീസിന് എന്താണോ ആവശ്യം അത് അദ്ദേഹം കറക്റ്റ് മീറ്ററിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്.
സീരീസിന്റെ മുകളിലോ അതോ സീരീസിന്റെ താഴേലോട്ടോ ആ BGM പോകുന്നില്ല. എന്താണോ ഈ സീരീസിന് ആവശ്യം അത് ആ കറക്റ്റ് മീറ്ററിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു വർഷം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തോരം ക്രൈം ത്രില്ലർ ജാനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളാണ് റിലീസ് ആവുന്നത്. ബാക്കി ഇൻഡസ്ട്രികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിലും കൂടുതലായിരിക്കും. ഇതിലെല്ലാം തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാടുന്നത് റൈറ്റിംഗിലാണ്. പക്ഷെ ഈ സീരീസിലെ റൈറ്റിംഗ് ആണ് ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഒരു ഘടകം. അതിന്റെ ഒപ്പം നല്ല മേക്കിങ്ങും എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒപ്പം ആർട്ടിസ്റ്റുകളുടെ നല്ല കിടിലം പെർഫോമൻസ് കൂടി ആയപ്പോ ഈ സീരീസ് ചെന്നെത്തിയത് വേറെ റേഞ്ചിലാണ്. ഇതിന്റെ ഫസ്റ്റ് സീസൺ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. വേറെ ലെവല് സാധനമോ അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം ഒന്നായിട്ട് എനിക്കന്ന് തോന്നിയിരുന്നില്ല. പക്ഷെ ഇതെന്റെ എക്സ്പെക്ടേഷൻസിനെ ടോട്ടലി ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്ത അതിന്റെ 3 ഇരട്ടി മുകളിലോട്ട് ഈ സീരീസ് പോയിട്ടുണ്ട്. നൂറിൻ ഷെറീഫ് ഈ സീരീസിൽ ഒരു ക്യാരക്ടറെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണോ ആ ക്യാരക്ടറിന് ആവശ്യം അത് അതേപടി തന്നെ നന്നായി തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അജു വർഗീസ്, ലാൽ, രഞ്ജിത് ശേഖർ എന്നിവരാണ് ബാക്കി ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ അവരവർക്ക് കിട്ടിയ റോളുകൾ വളരെ ഭംഗിയായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നല്ല ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ്. നമ്മൾ ഇന്നൊരു എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി എപ്പിസോഡുകൾ നാളെ കാണാമെന്ന് വിചാരിച്ചായിരിക്കും ആദ്യത്തെ എപ്പിസോഡ് കണ്ടു തുടങ്ങുന്നത്. പക്ഷെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 എപ്പിസോഡുകളും കണ്ടു തീർത്തിട്ടേ എഴുന്നേൽക്കുള്ളൂ. അത്രക്കും കിടിലൻ സീരീസാണ്. എല്ലാവരും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.